ഹലോ ഗായ്സ്, വിസ്റ്റർ ലൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ഇന്നത്തെ പാർട്ട് 2 ആണ് വീഡിയോ. നമ്മൾ ഇന്നലെ മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ ഇട്ടിരുന്നു. അതിന്റെ പാർട്ട് 2 ആണ്. അത് നമുക്ക് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാം. രാജ്യത്തിന്റെ മൊയിലിറച്ചി കഴിക്കാം ഗൈസ്. അതിനൊക്കെ നല്ലത്. നമുക്ക് ഇന്നത്തെ പരിപാടി നമുക്കൊരു വീടുണ്ടാക്കണം. നമ്മൾ അയണാറിലോട്ട് മാറണം. ഒരാൾ നിൽപ്പുണ്ടല്ലോ. ചേട്ടാ കൊന്നോട്ടെ. ചേട്ടാ സൂപ്പർ കേട്ടാ നോട്ടു. ചേട്ടനെ കൊന്നോട്ടെ ചേട്ടാ. ചേട്ടാ ചേട്ടാ എന്തിനാട്ടെ ഇവിടെ വന്നിരിക്കണേ? ഞാനൊരു വെള്ളി കയറി വില്ലേജ് കിട്ടി. അച്ഛൻ തന്നെ കൊല്ലൂല guys. കാരണം എന്തെങ്കിലും വരപ്പോ നമ്മൾ അതിന്റെ മൂട്ടി ചെന്ന് നമുക്ക് സോംബിയോ സ്കെൽസിനോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന്റെ മൂട്ടി വന്ന് അവൻ കൊന്നു. ഞാൻ ഒരു അയങ്കോളത്തിനെ കൊല്ലാറില്ല ഒരു വെള്ളി വന്നു കഴിഞ്ഞാൽ. ബ്രോ ഞാൻ വീട് ശരിയാക്കി തരാം കേട്ടോ. ഒരു പ്രത്യേക ആവശ്യത്തിന് വിഷമത്തില്ല. നമ്മളെ പരിപാടി ഇന്ന് ഡയൻ ആർമർ ആവണം. ഇതിങ്ങനെ ചാടി ഞാൻ വോയിഡിലോട്ട് പോകും കളിക്കാൻ. അപ്പൊ ഇന്നത്തെ നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അയൺ ആർമർ ആവണം, ഒരു വീട് വെക്കണം ഗൈസ്. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് പോയാലോ എന്ന് ആലോചിക്കുന്നു. കാരണം എനിക്കൊരു സ്ഥലം ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഗൈസ് കൊല്ല നമുക്ക് സ്ഥലം വിടാം. മച്ചി അറിയാതെ അടിച്ച് മച്ചാനെ അറിയാതെ ഗൈസ് സ്റ്റക്കായി അറിയാതെ അടിച്ചാണ്. ഇനി വളരെ ഉണ്ടെങ്കിൽ അറിയില്ല. എനിക്ക് തല്ലണോടാ എനിക്ക് തല്ലണോ നീ പുള്ളിയെ നോക്കടാ നീ. ഞാൻ തല്ലണം പോലും. എന്റെ വിക്കാസം പൊട്ടി. പാഞ്ചിറക്കം നമുക്ക് പൂവൊക്കെ തന്നിട്ടാണ് പോയത്. എന്ത് ചെയ്യാൻ? ഞാൻ സ്വർഗത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് അതിന് തന്നില്ല. കറക്റ്റ് മൂന്നായണ്ട പിക്കാക്സ് ഉണ്ടാക്കുള്ള നമുക്ക് അങ്ങനെ ആയിരം പിക്കാക്സ് ഉണ്ടാക്കാം. പിന്നെ എവിടെ കൊണ്ടിട്ടുണ്ടായ എന്റെ വീട് എവിടെയായിരുന്നു? എവിടെ? അല്ലാതെ ബ്ലോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാക്കാൻ മടിയാണ് ഗൈസ്. ബ്ലോക്ക് എടുക്കണം, വെക്കണം ഒക്കെ ഭയങ്കര തൊല്ലിയില്ല. ഇങ്ങനെ ഉണ്ടാക്കാൻ പെട്ടെന്ന്. അതാ പിന്നെ മൊയിലിറക്കി കിട്ടും. എനിക്ക് വയ്യ, എനിക്ക് ഫ്രീ ആയിട്ട് ഫുഡ് തന്നോണ്ടിരിക്കണേ വലിയ. എന്റെ നിൽക്കും ആ ഫുഡ് നമ്മൾ എടുത്തിട്ട് ഫുഡുകൾ എടുത്തിട്ട് നമുക്ക് മൈനിങ് ചെയ്യാൻ പോകും. അയണാർമറാകണം. പൊട്ടാറ്റോ എൻ്റെ കയ്യിലുണ്ട്, വേറെ ഒന്നുമില്ല. അച്ഛന് കഴിക്കാനുള്ളതെല്ലാം ഉണ്ട്. നമുക്കൊന്നും ആവശ്യമില്ല. നമുക്ക് നേരെ മൈനിങ് ചെയ്യാനായിട്ട് വിടാം. ആദ്യം ഇവിടെ തുരങ്കം തുറന്നിട്ട് അതിൻ്റെ അകത്തൂടെ പോകും. ഞാൻ അവിടെ ഓൾറെഡി കുറച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ക്യാബ് ഇട്ടിരുന്നെങ്കിൽ അതിനകത്തിട്ട് ഇറങ്ങാനിരുന്നു. ഇത് വലിയ കഷ്ടമാണ് കുഴിച്ച് പോയി. കിട്ടി ആണല്ലേ? കിട്ടി ഗൈസ്. ഫസ്റ്റ് ന്യായം കിട്ടി തുടങ്ങി. നല്ല ലക്കാണെന്ന് തോന്നുന്നു എനിക്ക്.
അതാണെങ്കിൽ അത് ലക്കൊന്നും വരാറില്ല. എന്ത് പറ്റിയാണോ എന്തോ. അടിയിൽ ഗ്ലാസ് ഒന്ന് പൊട്ടിക്കണം. നമ്മള് കുരിശ് വെച്ച് താഴോട്ട് പോകണം, കുരിശ് വെച്ച് മണ്ടയിലോട്ട് പോകണം. ഇതൊക്കെയാ ഇവിടെ നടക്കണേ. ബ്ലോക്ക് പൊട്ടിക്കോ വേറൊരു വെള്ളത്തൊക്കെ. ഞാൻ രാവിലെ എത്തി. മണ്ടയിൽ കൂടെ വന്ന് വീടുണ്ട് താഴോട്ട്. അപ്പം നമ്മളൊരു കേട് എന്റെ ഇത് എന്തോ ഒരു ബഗ് എനിക്ക് പറ്റിയിരിക്കുകയാണ്. എന്തോ ഒരു ബഗ് എനിക്ക് പറ്റി. എന്തോ ഒരു ബഗാണ്. ഇവിടെ നിന്ന് മാറി വെള്ളം ഒഴിക്കാനും എണ്ണം കാരണം ഒഴിക്കാനും പറ്റാൻ ബൈക്കിലല്ലേ മാറി. വേറെ സ്ഥലത്ത് തിരിക്കാൻ പോയി. ബഗ് അടിച്ചു. രാത്രിയാണല്ലോ. രാത്രിയാവാറായോ? രാത്രിയാവാറായി. നമുക്ക് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ. എവിടെയെങ്കിലും മുയലിറച്ചി ഉണ്ടാകും നമുക്ക് തിന്നാലോ. മുയലിറച്ചി ഒന്നും കാണാനില്ല. എല്ലാരും വീട്ടിൽ കയറി, എല്ലാരും വീട്ടിൽ കയറി. രാത്രി എല്ലാരും വീട്ടിൽ കയറി. കപ്പിട്ട് അടിയായിരിക്കും. കാരണം വീട്ടിൽ കയറണം. അങ്ങനെ ഫുഡ് കഴിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ വെച്ചു ചാവുമ്പോ. ഈ രണ്ടായും കൊണ്ട് കുക്ക് ചെയ്യാൻ വയ്ക്കും. അപ്പൊ ഒരുത്തം വരെ ഇറങ്ങി തുടങ്ങി. ഓക്കെ കിടക്കാം. ഞാൻ കോൺട്രോട്ട് ചാവെന്ന് വിചാരിച്ചു. സ്പീഡ് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു. ഇറങ്ങി പോടാ പോടാ. അമ്മയ്ക്കൊരു മാരി കിടന്നുറങ്ങി. പെട്ടെന്ന് എനിക്ക് കയറി കഴിഞ്ഞാൽ കയറി കിടന്നുറങ്ങി. വളരെ തോന്നി ഇറക്കി വിട്ടേലടാ. പോടാ ഇറങ്ങി. ഞാനുണ്ടോ കിട്ടിയ മച്ചി ചുമ്മാ പറഞ്ഞാണ്. അറുമുറ കിട്ടി. പോയി കിടന്നുറങ്ങി. വേറെ ഒരുത്തന്നെ അടിച്ചു തുടങ്ങി. അതെ ഇവന്റെ അടുത്ത് എത്ര പറഞ്ഞാലും ഇപ്പം കേൾക്കൂല. ഇറങ്ങി പോടാ. കിടന്നുറങ്ങാൻ സമ്മതിക്കില്ലല്ലോ മാര്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കനെ തള്ളിക്കൊല്ലും. പോറക്കാൻ അങ്ങോട്ട് ഇറങ്ങി. എന്തിരി കട്ടൂര് അമ്മമാര് സമ്മതിക്കൂല കിടന്നുറങ്ങാൻ. മനുഷ്യന് ജോലി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കൂല അമ്മമാര്. ചിറക്കായി വന്നിട്ടുണ്ട് കാര്യം. പോവാൻ കേട്ടോ. ഇപ്പൊ നോക്കിയാലേ കിടക്കല്ലേ നമ്മൾ വന്ന് കിടക്കുന്നു. ഇന്ന് എനിക്ക് ഉറക്കമില്ല കൈസ്. അമ്മമാര് ഉറങ്ങാൻ സമ്മതിക്കില്ല. എപ്പോ വന്ന് ഇറങ്ങി 4 മോൺസ്റ്റേഴ്സ് അടുത്തുണ്ടെന്ന് പറയുന്നു. അമ്മാരെ ഞാൻ എനിക്ക് ഉറക്കമില്ല. ഇന്ന് എനിക്ക് ശിവരാത്രിയാ കൈസ്. ഇന്ന് മൈൻക്രാഫ്റ്റിലെ ശിവരാത്രിയാ. എവിടെയാടാ അമ്മമാരുള്ള? ഞാരെ കാണാനില്ല. എനിക്ക് വില്ലേജ് ആണോ മനസ്സിലാ? ഭാഗ്യം പറഞ്ഞു. നേരത്തിന് ശേഷം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എന്റെ ഗെയിമിന് മാത്രമാണ് ക്രാഷ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രീ ഫയറിന്റെ വീഡിയോ ആണെങ്കിൽ താര കമന്റ് ചെയ്യാൻ. ഞാൻ ഫ്രീ ഫയർ കളിക്കും.
റോബ്ലോക്സ് കളിക്കും. റോബ്ലോക്സിന്റെ വീഡിയോ ആണോ ഫ്രീ ഫയറിന്റെ വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ അടുത്ത വീഡിയോ അതിന്റെ വീഡിയോ ആക്കാം. പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങോട്ട് പോയി നമുക്ക് പിടിക്കാൻ നോക്കാം. ക്യാബ് കിട്ടിയിരുന്നെങ്കിൽ നല്ല കിടന്ന് പിടിക്കേണ്ട ആവശ്യമില്ല. എവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു? ഇവിടെ വെള്ളമായിട്ടാണ് ഞാൻ പോയെന്ന് തോന്നുന്നു. ഇവിടെ വെള്ളം എവിടെ തരുന്നാലും വെള്ളം കൈസ്. നമുക്ക് സെറ്റ് ആറമറൊക്കെ ആയിട്ട് ഇവിടെ നാട് വിടാം. നാട് വിട്ടിട്ട് നമുക്ക് നല്ലൊരു വില്ലേജോ നല്ലൊരു സ്ഥലം എന്തെങ്കിലും കിട്ടപ്പം അവിടെ നമുക്ക് വീട് വെച്ചടിക്കാം. അപ്പൊ ഇപ്പൊ തൊട്ട് നമുക്ക് പോയി തുടങ്ങാം. ബൈ ബൈ വില്ലേജ്. ഗൈസ് ക്യാബ് കിട്ടി, നമുക്ക് ഇറങ്ങി നോക്കാം. വലിയൊരു ക്യാബാണല്ലേ. ആരൊക്കെയോ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഇവിടെ എവിടെയോ. താഴോട്ട് വലിയൊരു ക്യാബുണ്ട്, പക്ഷെ അതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഓഫറൊക്കെ ഇവിടെ നിന്ന് കാണും. ഗെയിം ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് ഗൈസ്, എന്താണെന്ന് വിചാരിക്കും. ഇവിടെയൊന്നും ഞാൻ ഒന്നും കാണാനില്ല ഗൈസ്. അതിന് കിട്ടി അതിനടുത്തിട്ട് പോകും. ആരെങ്കിലും അടിച്ചാലാണ്. പെട്ടെന്ന് വിശക്കും, പിന്നെ പെട്ടെന്ന് വിശക്കും. വയറ്റിൽ കൊക്കപ്പിറ്റ് വരുന്നുണ്ടോ? വിശക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഒരു ഫുഡൊന്നും ഇല്ല അതിനകത്ത് ഒന്നും ഇങ്ങനെ. മിക്കവാറും ഞാൻ അടുത്ത വീഡിയോ റോബ്ലോക്സ് ആക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്റെ ഈ ഗെയിം എന്താണ് ഇങ്ങനെ ലാഗ് അല്ല, ഇടയ്ക്ക് സ്റ്റക്ക് അടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞത്തില്ല. ഇതിന്റെ ഐസ്പെക് ഡിവൈസ് ആണ് ഇരിക്കുന്നത്, പക്ഷെ അല്ല അത്യാവശ്യം ഐസ്പെക് ഡിവൈസ് ആണ് ഇരിക്കുന്നത്. പക്ഷെ എന്താണ് ഈ ലാഗ് ഇങ്ങനെ അടിക്കുന്നതെന്ന് എനിക്ക് നല്ല നല്ല ഗെയിംസ് കളിക്കപ്പോഴും എത്തി കൂടിയ ഗെയിംസ് കളിക്കപ്പോഴും ഒന്നും ഒരു കുഴപ്പമില്ല. മൈൻക്രാഫ്റ്റ് കളിക്കാൻ മാത്രമേ ഉള്ളൂ ഈ ലാഗ് ഇങ്ങനെ അടിക്കുന്നത്. എന്താണെന്ന് എനിക്കോ അറിയില്ല ഗൈസ്. അപ്പം നോക്കിയിട്ട് മാത്രമേ ഇനി ഞാൻ മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ ഇടുള്ളൂ. അടുത്ത തൊട്ട് ഞാൻ റോബ്ലോക്സ് ഫ്രീ ഫയറിന്റെ വീഡിയോ ഇട്ട് തുടങ്ങും. അപ്പൊ ഇങ്ങനെ ഗൈസ് എന്തായാലും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, ആർക്കെങ്കിലും ഷെയർ അടിച്ചു കൊടുക്കുക. കിട്ടി ഇങ്ങനത്തെ നല്ല സ്റ്റക്ക് അടിക്കുന്നുണ്ട്. അടുത്തൊരു അയ്യോ ഒന്നുമില്ല മച്ചന്മാര് കയറി വന്നു ഒന്നുമില്ല. ഞാൻ പോണു ഞാൻ നിങ്ങളെ പാട്ടാക്കി, ഞാൻ എന്റെ പാടാക്കി. നിങ്ങൾക്ക് ചെയ്യാനും വന്നിട്ടില്ല, ഞാൻ പോകും. പെട്ടെന്ന് എങ്ങനെയാലും നാട് വിടും. അയ്യോ ഞാൻ ബെഡ് എടുത്തില്ല ഗൈസ്, സ്റ്റക്കായി. ഞാൻ ബെഡ് എടുത്തില്ല, ഞാൻ പോയി വരും അവിടെ. ബെഡ് എടുത്തില്ല ഗൈസ്, ഞാൻ പൊട്ടാനായി പോയി. പിന്നെ അങ്ങറ്റം വരെ പോകേണ്ടി വരും. അയ്യോ പട്ടിക്കൂട്ടാ, തത്തയപ്പമായി കടിക്കാൻ ഓട്ടി.
എത്ര ദൂരം എന്ന് പറഞ്ഞാൽ ഇനി നടക്കാൻ എങ്ങനെ? ഇനി നല്ല സ്റ്റക്ക് അടിക്കുന്നുണ്ട് ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാനിത് എങ്ങോട്ടാണ് പോണേന്നത് എനിക്ക് മനസ്സിലാവില്ല. തിരിച്ചു പോകണോ ഞാൻ വേറെ എവിടെയെങ്കിലും പോകണോ എനിക്കൊന്നും മനസ്സിലാവും. ഞാൻ വില്ലേജിന്റെ കോർഡിനേറ്റ് എഴുതായിരുന്നു. ഞാൻ മണ്ടനായിപ്പോയി. നാളെ നല്ലൊരു കേമുണ്ട്. ഇവിടെ ഇറങ്ങിയതാണോ? ഇറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. ഒരു കേമുണ്ട്. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. അയാൾ കിട്ടി. നമുക്ക് ഇവിടെ തന്നെ അയൺ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് അത് കോൾ ഇരിപ്പുണ്ട്. കോളും എടുത്തിട്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് അയൺ കുറച്ച് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് കിട്ടി പോകാം. ഈ വീഡിയോ ലെന്ത് കുറവായിരിക്കും. ഗെയിമേക്ക് നല്ല സ്റ്റക്ക് അടിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ലെന്ത് ഭയങ്കര നല്ല കുറവായിരിക്കും. ഈ ഗെയിമിന്റെ കുഴപ്പമാണോ എന്റെ ഡിവൈസിന്റെ കുഴപ്പമാണോ എനിക്കറിയത്തില്ല ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ തന്നെ എടുക്കാതെയാണ് കണ്ണും കുത്തി ഓടി വന്നത്. അവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു സംശയം. എനിക്ക് വെക്കാൻ പറ്റില്ല ഗൈസ്. ഞാനിവിടെ പൊട്ടിച്ച് വെക്കാൻ പറ്റില്ല. പോയി ഇവിടെ കൊടുക്കാം. ഏകദേശം ഒരു 32 എന്തോ കാണും. ഫുൾ ആർമർ ആക്കാൻ എവിടെ ഉണ്ട്? ഈ വെള്ളം കാരണം ഇവിടെ പോയാല് വെള്ളം തന്നെയല്ല. അങ്ങോട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിക്കാം. കാരണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഈ വീഡിയോയിൽ എന്താക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ലാഗ് അടിക്കുന്നോണ്ട് എനിക്കൊരു കളിക്കാൻ ഒരു ഇത് വന്നില്ല ഗൈസ്. അതുകൊണ്ടാണ്
ബൂട്ട്സ് ഓഫാക്കി ഓട്ടോമാറ്റിക്കലി ആവും. ഗൈസ് നമുക്ക് ഫുൾ ആർമർ ആക്കാനുള്ള ആയം കിട്ടിയിട്ടുണ്ട്. ആക്കാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. ഒരു അയണം കൂടെ കിട്ടിയാ നമുക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് പാൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളതെങ്കിൽ ഉണ്ടാക്കായില്ല. നമുക്ക് ഹെൽമെറ്റ് രാത്രിയായി. വിഷയം വിട്ടു കൊടുക്കാൻ മറന്നുപോയി. തിന്നാനും കയ്യിലൊന്നുമില്ല. മൊയിലിറക്കി മാത്രം വെച്ച് ഞാൻ എന്ത് ചെയ്യും? പിന്നെ 3 കൂടാ. അത് അന്ന് വരെ നമുക്കിവിടെ കാണിപ്പിക്കാതിന്റെ എന്തൊക്കെ പെട്ടെന്ന് വളരെ ചടപടേന്ന് പറയുന്നു. അയൺ തോന്നുന്നു. നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട് ഗൈസ്. 3 അയണുകളുണ്ട്. അപ്പൊ നമുക്കൊരു സ്നാക്സ് കൂടെ ഉണ്ടാക്കാനുള്ളത് എത്തി. ഗൈസ് ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. വീട്ടിൽ എന്താക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ലാവിന്റെ പ്രശ്നം കാണാൻ മൊത്തം ഉണ്ടാക്കണ്ടത്. അപ്പോ ഒത്തിരി വീഡിയോ കാണുന്നവരെ ബൈ. അപ്പം അടുത്ത വീഡിയോ റോബ്ലോക്സ് അല്ലെങ്കിൽ ഫ്രീ ഫയർ ആയിരിക്കും ഗൈസ്. അറിഞ്ഞിട്ടില്ല. അപ്പുറത്തെ ഒരു മോഡ് അനുസരിച്ച് ഞാൻ ഇരിക്കും. ഫ്രീ ഫയർ ആണോ റോബ്ലോക്സ് ആണോ എന്നിരിക്കും. കൂടുതലും ചാൻസ് ഉള്ളത് റോബ്ലോക്സ് ആണ് വരാൻ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കുറ്റമോ എന്തെങ്കിലും കുറവുകളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ അത് ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ.